ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകും. ഇന്നലെ തിരുവനന്തപുരത്ത് 2 സ്പാകൾ അടച്ചുപൂട്ടി. വലിയ ദേശീയ പ്രശ്നമൊന്നുമല്ല, എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് 2 സ്പാകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടച്ചുപൂട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ വി വി രാജേഷിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ അടച്ചുപൂട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വി വി രാജേഷ് നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുന്നു. അജ്മൽ ദറാറുമായി സംസാരിക്കും. അജ്മൽ, നമ്മുടെ കോർപ്പറേഷൻ മേയർ ഇടപെട്ടു, സ്പാകൾ പൂട്ടി, ഇനി എന്ത്? കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിൽ ഒരു സ്പായിലെ ജീവനക്കാരിക്കെതിരെ ഒരു ലൈംഗികാതിക്രമം ഉണ്ടായത്. കേരളത്തിൽ ഒരുപാട് ചർച്ചയായ വിഷയത്തിൽ സംസ്ഥാന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടുകയും കേരളത്തിൽ പലതരത്തിൽ ഇത്തരത്തിൽ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനും വിഷയത്തിൽ ഇടപെടുകയും ജില്ലയിൽ കോർപ്പറേഷൻ പരിധിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് നമ്മളുമായിട്ട് ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം പോലീസുമായിട്ടൊക്കെ ചർച്ച നടത്തി. വിഷയത്തിൽ ഇപ്പോൾ നടപടി ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഇന്നലെ ഒരു പരാതി ഒരു പെൺകുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ ഉള്ള രേഖകളൊക്കെ ഒന്ന് പരിശോധിച്ചു. അപ്പോൾ അവർ അനുവദിച്ചതിൽ നിന്നും കൂടുതൽ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടു. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളിലും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഥമ ദൃഷ്ട്യ അക്കാര്യത്തിൽ ഇടപെട്ടത്. ഇന്ന് അവരോട് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥർ, രേഖകൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു സമൂഹത്തിന് ഗുണകരമല്ലാത്ത പല കാര്യങ്ങളും സ്പാകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പലയിടത്തും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അംഗീകൃത മെസ്സേജർ ഇല്ലാതെ മെസ്സാജിങ് നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോലീസ് ഷെയർ ചെയ്ത വിവരങ്ങളൊക്കെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും ലൈസൻസ് കൊടുത്തിട്ടുള്ള കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം അവരൊക്കെ തന്നെ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രശ്നമില്ല, ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല. പക്ഷേ അതിലപ്പുറം പോവുകയും സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ യൂണിഫോമിലെ കുട്ടികളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിലും എത്തുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറവിൽ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ തന്നെ വീണ്ടും നഗരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഇന്ന് രേഖകൾ പരിശോധിക്കുന്ന നടപടിയാണ് നടക്കുന്നത്. അല്ലാതെ എല്ലാ സെൻറ്ററിലും കയറിയിട്ട് പരിശോധിക്കുക, അത് ഇന്നലെ ഒരു പരാതി കിട്ടിയുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ഇഷ്യൂ കൈകാര്യം ചെയ്തത്. ഇന്നലെ മേയർ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രോസ് മസാജിങ് അടക്കം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പലതും ഇത്തരം സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ ഇപ്പോൾ സ്റ്റാച്യുവിലെ 2 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഈ വിഷയത്തിലെ തീരുമാനം? അല്ല, എല്ലാ സ്ഥാപനങ്ങളിലും കയറി കോർപ്പറേഷൻ്റെ പരിശോധന നടത്തണം അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഇപ്പോഴല്ല, ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നില്ല. ക്രോസ് മസാജിങ് അനുവദനീയമല്ല. അത് അക്കാര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലാണ് കൂടുതൽ ആവശ്യമായി വരുന്നത്. ഞങ്ങൾ കോർപ്പറേഷൻ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് അംഗീകൃത ലൈസൻസ് കൊടുത്തിട്ടുള്ളത് ആ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമവിധേയമായിട്ടാണ്. ഇക്കാര്യങ്ങൾ ഞങ്ങൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഇനി ലൈസൻസ് കൊടുത്തിട്ടില്ലാത്ത സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വീടുകളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട്, യൂണിഫോമിലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് ഞങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ടല്ലോ. ആ വിവരങ്ങളും അതുപോലെ തന്നെ ഡ്രഗ്സ് കൈമാറ്റം നടക്കുന്നുണ്ടെങ്കിൽ എക്സൈസ് ഒക്കെ തന്നെ ഇടപെടേണ്ടതാണ്. ഈ പരസ്പരം കിട്ടുന്ന വിവരങ്ങൾ ഏജൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങൾ പോലീസുമായി ഷെയർ ചെയ്യുന്നുണ്ട്, പോലീസ് ഞങ്ങൾക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഇടപെടേണ്ടത് ആ രീതിയിൽ ഇടപെടുന്നത്. എന്തായാലും ശരി, നഗരത്തിൽ ഇങ്ങനെയുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും അനുവദിക്കില്ല. ഈ പോലീസുമായിട്ട് നടത്തിയ ചർച്ചയിലെ ഗൂണ്ടാ സംഘങ്ങളും പോലീസും ഇത്തരം അനധികൃത സ്ഥാപനങ്ങളുടെ മറവിന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്ന്, അത്തരം വിവരങ്ങളൊക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ അക്കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ചില സൂചനകൾ ഇന്നലെ തന്നു. പിന്നെ ഞങ്ങളെക്കാൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പോലീസിനാണ്. പോലീസിന് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്, മറ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്, പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലുണ്ടാകുന്ന ചില വ്യക്തികൾ ചില കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന സമീപനം, അതിനെ തിരുത്തുവാനുള്ള പരിശ്രമമാണ്, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് മേയർ വി വി രാജേഷ് നമ്മളുമായി ഇപ്പോൾ പങ്കുവച്ച സംഭാഷണത്തിൽ പറഞ്ഞത്. മേയറോട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് സന്തോഷ് കുമാർ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കാര്യം പറയുന്നത്, തിരുവനന്തപുരം തിരുവല്ല മേഖലകളിൽ 2 ദിവസമായി കുടിവെള്ളം കിട്ടുന്നില്ല, അത് ആ കുടിവെള്ളം ഒന്ന് എത്തിക്കാൻ കൂടി മേയർ ഒരു നടപടി എടുത്തേക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നതോടൊന്ന് പറഞ്ഞേക്ക്.
ഒരു കാര്യം ഞാൻ പറയാം, കോർപ്പറേഷന് കുടിവെള്ള പ്രശ്നത്തിലും ഡ്രെയിനേജ് പ്രശ്നത്തിലും ഇടപെടാൻ വേണ്ടി പരിമിതിയുണ്ട്. ഇതൊന്നും തന്നെ ഞങ്ങളുടെ അധികാര പരിധിയിലല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിൻ്റെ ഉൾപ്പെടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. 43 കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന വാർഡിലെ കൗൺസിലർമാരും വന്നിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷന് ഒരു പൈസയും കുടിശ്ശികയില്ല. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. വാട്ടർ അതോറിറ്റി പല സ്ഥലങ്ങളിലും പണി നടക്കുന്നതുകൊണ്ട് വാൽവ് പൂട്ടുന്നതാണ് ഈ പ്രശ്നം. അരുവിക്കരയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്നതിലും വെള്ളം വരുന്നതിലും ഉള്ളൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഫേസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പരമാവധി എല്ലാ വാട്ടർ അതോറിറ്റിയും PWDയും സ്മാർട്ട് സിറ്റിയൊക്കെ സഹകരിച്ചുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. വാട്ടർ അതോറിറ്റിയായിട്ട് നിരന്തരം ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വി രാജേഷ്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഒന്ന് ഇടപെട്ടതാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഈ തിരുമല ഭാഗങ്ങളിലൊക്കെ തന്നെ കുടിവെള്ളം കിട്ടാനില്ല എന്ന്, തിരുവനന്തപുരത്തെ തിരുമലയും അതുപോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നു എന്നുള്ള പരാതി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അപ്പം തന്നെ പെടുത്തി. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്ലൈയും കിട്ടി. താങ്ക് യു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.